സമാനതകളില്ലാത്ത റിലീഫ് ആക്ടിവിറ്റീസിലൂടെ അൻബോർഡ് കൊച്ചിക്ക് ഒരു ചരിത്രമായി മാറിയിരിക്കുകയാണ്. അൻബോർഡ് കൊച്ചിൻ്റെ സാരഥി, അൻബോർഡ് കൊച്ചിൻ്റെ കൺസെപ്റ്റ് ഇത്ര എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത ശ്രീ രാജമാണിക്യം നമ്മോടൊപ്പം ചെയ്തു. അൻബോർഡ് കൊച്ചിൻ്റെ റോൾ എന്താണ്? എങ്ങനെയാണ് ഈ അൻബോർഡ് കൊച്ചിൻ്റെ ഒരു ഫോർമേഷൻ എങ്ങനെയാണ് ഉണ്ടായത്? ശരിക്കും അൻബോർഡ് കൊച്ചി നമ്മൾ ഉണ്ടാകുന്നത് ചെന്നൈ ദുരന്തം വന്നപ്പോഴാണ്. അന്ന് ചെന്നൈ ദുരന്തം വന്ന സമയത്ത് ഞാൻ എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു. ആ സമയത്ത് ഇവിടെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയായിട്ട് അന്ന് അൻബോർഡ് കൊച്ചി തുടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ അന്ന് തുടങ്ങി ഫേസ്ബുക്കിലേക്ക് നമ്മളിത് ചെയ്തപ്പോൾ 2000-ഓളം ആൾക്കാർ ഇങ്ങനെ വന്ന് റിലൻറ്റ്ലെസ്ലി ദേ വർക്ക് ഫോർ മോർ ദാൻ 1 വീക്ക്. ഒരു 240 ടണ്ണോളം ഉള്ള മെറ്റീരിയൽസ് ഒരാഴ്ച കൊണ്ട് നമ്മളെല്ലാം അയക്കുകയും ചെയ്ത്. അപ്പോൾ അങ്ങനെ അന്ന് തുടങ്ങിയതാണ് അൻബോർഡ് കൊച്ചി. ദെൻ ആ അൻബോർഡ് കൊച്ചി അന്ന് തുടങ്ങിയതിന് ശേഷം ചെന്നൈ ഫ്ലഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ചെന്നൈയിൽ ദുരന്തം വന്നത് അവിടുത്തെ മറ്റേ ഏരി എന്ന് പറയുന്നത് നമ്മൾ കുളങ്ങൾ പോലെയുള്ള വലിയ ടാങ്ക് ഇങ്ങനെ റിവർ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അതെല്ലാം ഫ്ലാറ്റായിട്ട് മാറിയപ്പോൾ വെള്ളം പോകാൻ പറ്റാതാണ് അന്ന് ചെന്നൈ വെള്ളപ്പൊക്കം വരുന്നത്. അപ്പോൾ അതുപോലെ കൊച്ചിയും ഒരു മഹാനഗരമാണ്. അതിലും ഇതുപോലെ പ്രശ്നം വരാതിരിക്കാനായിട്ട് നമ്മൾ അവിടുത്തെ കുളങ്ങളെല്ലാം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഈ അൻബോർഡ് കൊച്ചി അഗെയിൻ എണ്ടകുളം എറണാകുളം എന്നുള്ള പേരിലേക്ക് നമ്മൾ ആ പദ്ധതി ഏറ്റെടുക്കുകയും 100ഓളം കുളങ്ങൾ അന്ന് ക്ലീൻ ചെയ്യുകയും ഉണ്ടായി. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഈ ദുരന്തം ഇപ്രാവശ്യം കൊച്ചിക്ക് തന്നെ ഇങ്ങനെ ഒരു ദുരന്തം വന്നപ്പോൾ അഗെയിൻ അൻബോർഡ് കൊച്ചി ഹാസ് come back and join together for the cause of the... So Anbodu Kochi was doing some activities during this period. അതുകൊണ്ടാണ് നമുക്ക് എളുപ്പം വോളണ്ടിയേഴ്സ് മൊബിലൈസ് ചെയ്യാൻ. ബിക്കോസ് നമ്മുടെ വോളണ്ടിയേഴ്സ് മൊബിലൈസേഷൻ ഉള്ളത് വി ഡോണ്ട് ഹാവ് എനി ഫോർമൽ രജിസ്ട്രേഷൻ ഓർ ഡേറ്റാബേസ് അങ്ങനെ ഒന്നുമില്ല. നമുക്കൊരു ഫേസ്ബുക്ക് എന്നുള്ള ഒരു പേജ് മാത്രമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതർവൈസ് 1-to-1 കുറച്ച് ഒരു കോർ മെമ്പർ അല്ലാതെ 1-to-1 ആർക്കും അറിയത്തില്ല. ഇറ്റ്സ് എ വാക്ക് ഇൻ വോളണ്ടിയർ പോലെ. ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ എല്ലാ ഇതിലെയും ആൾക്കാർ കോളേജസിലിരുന്ന് വരും, വിവിധ തരത്തിലുള്ള ആൾക്കാർ വാക്കിനായിട്ട് വരും. സോഷ്യൽ മീഡിയയിലുള്ള ഒരു പേജാണ് ഞങ്ങളെ കണക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഇനിഷ്യേറ്റീവ് അൻബോർഡ് കൊച്ചി തുടങ്ങുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി സ്പീക്കിംഗ് ഒരു 9 പേരുള്ള ഒരു നമ്മൾ കോർ മെമ്പേഴ്സ് ഉണ്ട്. അവർ ഗോവയ്ക്ക് ടൂർ ചെന്നപ്പോഴാണ് ഈ ദുരന്തം വന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ലോഡ് ചെന്നൈക്ക് നമ്മൾ കളക്ട് ചെയ്ത് അയക്കാനുള്ള ഇതിലാണ് അവർ ഒരു ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ട് വന്നപ്പോഴാണ് മറ്റേ ചെന്നൈയിലേക്ക് അത് അയക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് അന്ന് കളക്ടറായിരുന്നു എന്നെ കാണാൻ വരികയും അങ്ങനെ വന്നപ്പോഴാണ് അത് നമ്മൾ ഏറ്റെടുത്ത് ഒരു സ്കെയിൽ വലിയ സ്കെയിലിലേക്ക് വ്യാപിച്ചപ്പോഴാണ് അൻബോർഡ് കൊച്ചിയായിട്ട് വലിയ സ്കെയിലിലേക്ക് അത് മാറിയതും പിന്നെയാണ് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് പാർട്ട് ഓഫ് ഇതായിട്ട് വന്നിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് ഇന്ന് വരെ വന്നിട്ടുള്ളതുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു ആക്റ്റീവ് റോളാണോ അതിൽ കാണുന്നത്, അതോ അല്ലാതെ ഫിസിക്കൽ കോർഡിനേഷനിലൂടെ ആണോ ഇത് സാധിച്ചത്? സോഷ്യൽ മീഡിയ എന്നുള്ളത് ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയുടെ റോള് തള്ളിക്കളയാൻ പാടില്ല. ബട്ട് അതേ സമയത്ത് അത് നമ്മൾ മനസ്സിലുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ്. ബിക്കോസ് ഏതെങ്കിലും ഒരു സാധനം ഔട്ട്പുട്ടായിട്ട് വരണമെങ്കിൽ ആദ്യം ദർ ഷുഡ് ബി എ ഫയർ. അപ്പോൾ ഓരോരോ മനുഷ്യൻ അതാണ് നമ്മൾ അതിൽ പഠിച്ച പാഠം അതാണ്. ഇൻ എ ക്രൈസിസ് സിറ്റുവേഷൻ ജനറലി ഹ്യൂമൻ ബീയിങ്സ് ആർ ഗുഡ്, വെരി വെരി ഗുഡ് ഇൻ ദ സെൻസ് നമുക്ക് വേണ്ടിയും, ബിക്കോസ് വി ആർ സോഷ്യൽ അനിമൽ ആക്ച്വലി. നമുക്ക് വേണ്ടിയും നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടിയും പ്രവർത്തിക്കുക, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ കോമൺ ഓരോരാളുമുള്ള ഡിഗ്രി വേരിയാണ്. പക്ഷേ ആ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എവറി ഹ്യൂമൻ ബീയിങ്. ബട്ട് അതിന് ഫയർ ചെയ്ത് പുറത്ത് കൊണ്ടുവരാനായിട്ട് ദർ ഷുഡ് ബി എ ചാൻസസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ചിലപ്പോൾ അത് നല്ല രീതിക്കുള്ള ചാൻസസ് കിട്ടുകയും ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് എന്ന് പറയുന്നത് കുളങ്ങൾ ചെയ്യുന്നത്, ദാറ്റ് ഇസ് എ പോസിറ്റീവായിട്ടുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവന്നതാണ്. ചില സമയങ്ങളിലേക്ക് എമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. സേ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ്. ബട്ട് ബേസിക്കലി ദർ ഇസ് എ ഫയർ ഇൻ എവറി ഹ്യൂമൻ ബീയിങ്സ്. നമ്മൾ മറ്റവർക്ക് വേണ്ടിയുള്ള ആ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ആ കമ്മിറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്. ആ കമ്മിറ്റ്മെൻറ്റ് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വെച്ച് നമ്മൾ കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്യാനായിട്ട്, ബിക്കോസ് എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, നമ്മൾ ചുറ്റിലുള്ള എല്ലാവർക്കും ഉണ്ടെന്ന് പറയുമ്പോൾ അത് കണക്ട് ചെയ്യാനായിട്ട് ഒരു മീഡിയം സോഷ്യൽ മീഡിയ വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ടു ബി വെരി ഫ്രാങ്ക് ഇന്നോവേറ്റീവ്ലി വി യൂസ്ഡ് ദാറ്റ് ആക്ച്വലി. അങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കണക്ഷൻ കോമൺ ആയിട്ട് നിർത്തിക്കൊണ്ട് ആ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഓരോരാളെയും അതിൽ കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, സോഷ്യൽ മീഡിയ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ പോലും അതിൽ പ്രധാനമായിട്ട് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈസ് എ ആക്ച്വൽ ഫീൽഡ് ലെവൽ വർക്കാണ്. ഇത് ചുമ്മാ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചില്ല കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പല്ല അൻബോർഡ് കൊച്ചി. വിച്ച് എസ്പെഷ്യലി നോട്ട് ഓൺലി കൊച്ചി,
everyone knows actually. അതുകൊണ്ടാണ് ഒരു ഡിസാസ്റ്റർ സമയത്ത് സോഷ്യൽ മീഡിയയും ഇങ്ങനത്തെ ഒരു ഗവൺമെൻറ്റും സിവിൽ സൊസൈറ്റിയുമുള്ള കോർഡിനേഷൻ യുഎനോടെ യൂത്ത് വോളണ്ടിയേഴ്സ് ഓഫ് ഇന്ത്യ കേസ് സ്റ്റഡി ചെയ്തിട്ടുണ്ട് നമ്മളുടെ അൻബോഡു കൊച്ചിയെ കുറിച്ച്. യുഎനോടെ ഒരു ഇതിലുണ്ട്. അതുകൊണ്ട് അപ്പോൾ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. വി വർക്ക് ഓൺ ദ ഫീൽഡ്. നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്ന ദുരന്തം. വി കുഡ് അറ്റ്ലീസ്റ്റ് ഡെലിവർ 3000+ tons ഓഫ് മെറ്റീരിയൽ പെർ ഡേ. 50,000 പാക്കറ്റ്സ് ഓഫ് മെറ്റീരിയലാണ് എയർ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. ടുഡേ ദാറ്റ് ഇസ് വാട്ട് ദേ വർ അനൗൺസിങ്. ടുഡേ 115ാമത് ട്രക്കാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 93 trucks ആർ 10 ton trucks, മീൻസ് 930 tons they were sent today, which is all done by the volunteers. പറഞ്ഞത് 10 വയസ്സ് 7 വയസ്സുള്ള കുട്ടികൾ മുതൽ 70 വയസ്സ് 80 വയസ്സുള്ള ആൾക്കാർ വരെ, ജാതി മത റിലീജിയൻ സെക്ടർ ഒന്നും ഭേദമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ അൻബോഡു കൊച്ചി. അപ്പോൾ ഇവരാണ് ഇത്രയും ലോഡും കൊണ്ടുപോയി അങ്ങനെ കയറ്റുക ചെയ്യുക. അത് ഇറ്റ്സ് കൈൻഡ് ഓഫ് നമുക്ക് പോലും ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആൻഡ് ലെസൺ ആണത്. ഈ ഒരു ഫയർ യൂത്തിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വന്നതാണെങ്കിലും ഇമേജസ് ഷെയർ ചെയ്തതെന്നും ഇതിൽ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നത് കാണുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു IAS റാങ്കിലുള്ള ഒരു ഓഫീസർ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പം അത് എല്ലാ സാധാരണക്കാർക്കും ഒരു വലിയൊരു മോട്ടിവേഷനാണ്. ആ മോട്ടിവേഷൻ പകർന്നു കൊടുക്കുന്നതിൽ താങ്കൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമല്ല. എനിക്കതിൽ എങ്ങനെ കമൻറ്റ് ചെയ്യുന്ന അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക്, ബിക്കോസ് ഓരോ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈലും സ്കില്ലും ഡിഫറെൻ്റ് ആണ്. ഞാൻ വിശ്വസിക്കുന്നത് വെൻ യു വർക്ക്, ഞാനും ലൈക്ക് എവറി ഹ്യൂമൻ ബീങ് ഐ എം ഓൾസോ വൺ ഓഫ് ദ പേഴ്സൺ ആക്ച്വലി. ബട്ട് ബീങ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഞാൻ ഒരു IAS ഓഫീസർ ആകുന്നുണ്ട്. അപ്പോൾ സംഭവം ഐ ആം വൺ ഓഫ് ദ പാർട്ട് ഓഫ് ഒരു ടോപ്പ് ഹൈറാർക്കിയിൽ ഉള്ള ഒരാൾ തന്നെ ഫീൽഡ് ലെവലിൽ മറ്റവർക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ദാറ്റ് ഗിവ്സ് ലോട്ട് ഓഫ് ഇൻസ്പിറേഷൻ ടു ആൾ. ഇത് IASനുള്ള അലങ്കാരം എന്നുള്ളതൊക്കെ വേറെയാണ്. ബട്ട് ദാറ്റ് ഇസ് എ ഡിഫറൻറ്റ്. ഐ ഓൾവേസ് സീ ദാറ്റ് എസ് മൈ ആഡഡ് ദിസ് വൺ ടു അഡ്വാൻറ്റേജസ് ടു ഡെലിവർ. ബിക്കോസ് എന്നെക്കാളും ഞാൻ ആക്ച്വലി ഞാൻ ഇവിടെ പറയുന്നതും അതാണ്. ഐ ആം സിറ്റിംഗ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ആൻഡ് എവറിബഡി ഈസ് സീയിങ് മൈ ഫേസ്. ബട്ട് എൻ്റെ ഫേസ് ഫസ്റ്റ് ഫ്ലോറിലിരുന്ന് കാണണമെങ്കിൽ ദർ ഇസ് എ ഫൗണ്ടേഷൻ. ദ ഫൗണ്ടേഷൻ ഇസ് മൈ വോളണ്ടിയേഴ്സ്. അപ്പോൾ ആ വോളണ്ടിയേഴ്സിന് ഫൗണ്ടേഷൻ വളരെ വലുതായിട്ട് കൂടുമ്പോൾ നമ്മൾ വയറും കൂടിക്കൊണ്ടേയിരിക്കും. അത് കൂടണമെങ്കിൽ യു ഷുഡ് ഓൾസോ ഷോ ദാറ്റ് ഇറ്റ് ഇസ് ലൈക്ക് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് നോട്ട് ഓൺലി ഇത് മാത്രമല്ല, നമ്മൾ ഫീൽ ഉള്ളത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആൾക്ക് ഓട്ടോമാറ്റിക്കലി എവറിബഡി ഗോട്ട് ഇൻസ്പയർഡ്. യെസ്, വെൻ ഹീ ഈസ് ഡൂയിങ് ഐ ഹാവ് ടു ഡൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് നാച്ചുറലി ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് ഫീൽഡിൽ ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ IAS തന്നെ ആയത്. അപ്പോൾ അതിന്നും ഞാൻ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിലെനിക്ക് പറയാനുള്ളത്. അൻബോഡു കൊച്ചിൻ്റെ ഈ ഒരു വർക്ക്, ഈ ഒരു ഫോർമാറ്റ്, ഇത് ലോകരാജ്യങ്ങൾക്ക് പലർക്കും ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കാവുന്നതല്ലേ? ഇത്ര ഫാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസ്, ഇത് ഇത്രയധികം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിത്തിൻ നോ ടൈം യു ആക്റ്റഡ്. അത് ഒരു പ്രിപ്പയർ ആയിരുന്നത് പോലെയാണ് അൻബോഡു കൊച്ചിൻ്റെ ഒരു പ്രവർത്തനം കണ്ടത്. വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ തലത്തിലും എത്താൻ പറ്റി. ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിലും എല്ലാ നൂക്ക് ആൻഡ് കോർണറിലും ഇത് എത്തിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ അച്ചീവ്മെൻ്റായിട്ട് കരുതിക്കൂടെ? ഇതൊരു ലോകത്തിനൊരു ഇങ്ങനത്തെ ഒരു ഇവൻ്റ് എവിടെയെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചാൽ ഇത് അവർക്കൊരു കേസ് സ്റ്റഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ? അതിൽ അഗെയിൻ ഐ വിൽ ബി വെരി പ്രൗഡ് ടു സേ ദാറ്റ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കേസ് സ്റ്റഡി തന്നെയാണ്. ബിക്കോസ് എനി അച്ചീവ്മെൻറ്റ്സ് ഗവൺമെൻറ് അലോൺ കനോട്ട് ഡു ഇറ്റ്. യെസ്, പോളിസി ഡെസിഷൻ എടുക്കാം, അതിലുള്ള കാര്യങ്ങൾ എടുക്കാനുള്ളതിനപ്പുറം ദർ ഇസ് എ സിവിൽ സൊസൈറ്റി. അതാണ് എപ്പോഴും നമ്മൾ പബ്ലിക്കും ഗവൺമെൻറ്റും കൈകോർക്കുമ്പോൾ അതിൻ്റെ സ്കെയിൽ മൾട്ടിപ്പിളാണ്. അതിന് ഞാൻ പറയുന്നത് അൻബോഡു കൊച്ചിയേക്കാളും കേരള ഒരു കേസ് സ്റ്റഡിയാണ്. I got inspiration every day from Kerala because I am from Tamil Nadu, working here in Kerala, being an cadre officer to Kerala. I have gotten inspiration from Kerala. കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നാച്ചുറൽ ഫിനോമിനാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇൻ കേരള ദ ഓർഗനൈസേഷൻ കൾച്ചർ ഇസ് സോ സ്ട്രോങ്, ദ കോഓപ്പറേഷൻ കൾച്ചർ ഇസ് സോ സ്ട്രോങ്. ദാറ്റ് ഈസ് വി ഷുഡ് താങ്ക് ടു ദ ഫോർ ഫാദേഴ്സ് ഓഫ് കേരള ആക്ച്വലി. അത് നാച്ചുറൽ ഫിനോമിന, നാച്ചുറൽ ബ്ലഡാണ്, ഒരു മലയാളിയുടെ ബ്ലഡിലുള്ളതാണ് ഓർഗനൈസേഷൻ. അത് ഒരു എന്താ പറയുകയാണ് നാച്ചുറലി ഉള്ള ഒരു സംഭവത്തെ വി ജസ്റ്റ് ക്യാപ്ചർ ആൻഡ് ഇന്നോവേറ്റീവ്ലി യൂസ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം ഈസ് എവറി ഒരു മലയാളിയും ആഗ്രഹം ഒരു അഹങ്കാരത്തോട് പറയാൻ വേണമെങ്കിൽ ദാറ്റ് ഇസ് എളുപ്പം ഒരു ഓർഗനൈസേഷൻ ഉള്ളത് വളരെ എളുപ്പം പോസിബിളാണ്, വിച്ച് ഐ ഹാവ് നോട്ട് സീൻ ഇൻ തമിഴ്നാട്. ഐ എം ഫ്രം തമിഴ്നാട്. തമിഴ്നാട്ടിലേക്ക് ഇത് അത്ര എളുപ്പമല്ല ഒരു ഓർഗനൈസേഷൻ. ബട്ട് ഇങ്ങനെയുള്ള ഒരു ഫ്ലഡ് സിറ്റുവേഷൻ, ഡിസാസ്റ്റർ സിറ്റുവേഷനിലേക്ക് അങ്ങനെ ഏത് സമയത്തും ആൾക്കാർ കൂടുന്നത് ഈസ് എ സ്വാഭാവികമാണ്. ബട്ട് ഈവൻ നോർമൽ ടൈംസിലേക്ക് അങ്ങനെയുള്ള ഓർഗനൈസേഷൻ സസ്റ്റെയിൻ ചെയ്യുന്നത്
I have seen only in Kerala. At least I mean widely travelled in India. വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യയിൽ വൈഡ്ലി ട്രാവൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഓർഗനൈസേഷൻ കൾച്ചർ പോസിറ്റീവായിട്ട് ഓർഗനൈസേഷനെ ഉപയോഗിക്കാൻ പറ്റുന്ന അത് കേരളത്തിലെ ഞാൻ പഠിച്ച പാഠമാണ്. ആ പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സംഭവം നടത്തുന്നുണ്ടെന്നുള്ളത് കൊണ്ട് ഐ ആർ ഇൻഡപ്റ്റഡ് ടു വാട്ട് എവർ Anbodu Kochi is doing to the Kerala and Kerala people. അത് എന്തുകൊണ്ടാണ് ആക്ച്വലി സോഷ്യൽ ഓർഗനൈസേഷൻ അത്രയും കമ്മിറ്റഡ് ആയിട്ടാണോ അതോ അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണോ കേരളത്തിൽ അതോ that is something related to the literacy? Literacy ഒരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ maybe that is also one part of it. ലിറ്ററസി സ്വാഭാവികമായിട്ടും ഉണ്ട്. പക്ഷേ ഇഫ് യു ക്യാൻ സി ലിറ്ററസി ഉള്ള എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ കൾച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സോ ലിറ്ററസി ഈസ് പാർട്ട് ഉണ്ട്. ലിറ്ററസി ഇല്ലാത്ത സ്ഥലത്ത് അങ്ങനെ ഇല്ല എന്നുള്ളത് ഇല്ല. പക്ഷേ ലിറ്ററസി ഈസ് എ മെയിൻ പാർട്ട് ഓഫ് ഇറ്റ്. ബട്ട് ബിയോണ്ട് ദാറ്റ് സംതിങ് ഈസ് ദെയർ. ദാറ്റ് ഈസ് നോബഡി ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ്. അത് ഹിസ്റ്ററിയാണ്. ഇവിടുന്ന് ഇപ്പോൾ ഒട്ടേറെ ട്രക്സ് ഇങ്ങനെ പോകുന്ന ഞാനും കാണുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അവിടെ എല്ലാം എത്തിക്കപ്പെടുന്നത് കറക്റ്റായിട്ടെന്നുള്ളത്? ഇപ്പോൾ ഇവിടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഇൻവേർഡ് വരിക, ഒരു ലോറിയിൽ നിന്ന് ആരെങ്കിലും സാധനം നമുക്ക് വേണ്ടി കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊണ്ടുവന്നാൽ അത് ആദ്യം അത് അൺലോഡ് ചെയ്യുക, ഒന്നൊന്നായിട്ട് പിരിച്ചതിന് ശേഷം ഡിഫറൻറ്റ് സെക്ഷനായിട്ട് ഫുഡ് സെക്ഷൻ, ബേബി ഡയപ്പേഴ്സ്, അല്ലെങ്കിൽ ബേബി ഫുഡ്, ഡ്രസ്സസ്, അങ്ങനെ വിവിധ സെക്ഷനുകളായിട്ട് തിരിക്കുക. ഫുഡ് നോൺ ഫുഡായിട്ട് തിരിക്കുക. അവിടെ വോളണ്ടിയർ സെപ്പറേറ്റ് ആയിട്ട് അത് പാക്ക് ചെയ്യുക, തിരിച്ച് റോൾ ചെയ്യുക. ബിക്കോസ് വി ഡോണ്ട് ടേക്ക് എനിത്തിങ്, ബിക്കോസ് അത് വളരെ വ്യക്തമാണ് Anbodu Kochiക്ക്. വി നെവർ ടേക്ക് എനിത്തിങ് യൂസ്ഡ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഒരു ദുരന്തത്തിലുള്ള ഒരുത്തനോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഇതാണ് ഒരു പഴയ യൂസ്ഡ് തുണി കൊണ്ടുപോയി അവനെ കൊടുക്കുന്നത്. ബിക്കോസ് അവനക്ക് വന്നത് നാളെ ആർക്ക് വേണമെങ്കിലും വരും. സോ ഇറ്റ് ഇസ് വി ഷുഡ് തിങ്ക് ഓൾവേസ് നമ്മൾക്ക് വന്നാൽ എന്ത് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് വി നെവർ ടേക്ക് എനിത്തിങ് ഓൾഡ് ആർ യൂസ്ഡ് ഐറ്റംസ്. അപ്പോൾ അങ്ങനെ വരുന്ന ഐറ്റംസ് എല്ലാം വേർതിരിക്കുക, പാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ അവിടെ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പഠിച്ചതാണ്. ആദ്യം വരുമ്പോൾ ചുമ്മാ എടുത്ത് അയക്കാനുള്ളത് ഇത് അയക്കുമ്പോൾ ഒരു ചെറിയ നമ്മൾ തന്നെ ഫീൽ ചെയ്തത് ഓൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പിരിക്കുക. ജോലി കൂടുതലാണ്, പക്ഷെ എന്നാൽ പോലും അത് അങ്ങനെ ഒരു സിസ്റ്റമായിട്ട് എവാൾവ് ചെയ്ത് കുട്ടികൾ അത് പഠിച്ചതാണ്. നമ്മൾ ആരും പറഞ്ഞു കൊടുത്തതല്ല. ഓട്ടോമാറ്റിക്കലി ദി സിസ്റ്റം ഇസ് എവാൾവ് വിതിൻ ദ ഗ്രൂപ്പ്. ദ ലീഡർ ഓട്ടോമാറ്റിക്കലി എവാൾവ്. നമ്മൾ ആരും ഒരു ലീഡറിനോ അവരെന്നോ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പോയി നോക്കിയാൽ എല്ലാ ഗ്രൂപ്പിലും ഒരു ലീഡറും ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി എവാൾവ് ചെയ്ത ലീഡർഷിപ്പ് സിസ്റ്റമാണ്. അപ്പോൾ അവരത് മാനേജ് ചെയ്യുക, ആ ഫുഡ് ഗ്രൂപ്പും മറ്റൊന്ന് അങ്ങനെ തന്നെ ഫോം ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാക്കി അത് അതിൻ്റെ എക്സ്പീരിയൻസിലെയാണ് വി ജസ്റ്റ് ക്യാരി ഫോർവേഡ്. അപ്പോൾ ഈ ഫ്ലഡ് വന്നപ്പോൾ ഇനീഷ്യലി നമ്മളുടെ പ്രോബ്ലം എന്തായിരുന്നെന്ന് വെച്ചാൽ ടോട്ടൽ 2 താലൂക്സ് ആർ ടോട്ടലി കട്ട് ഓഫ് ബിയോണ്ട് അവർ കൺട്രോൾ. എന്നുവെച്ചാൽ നമുക്ക് റീച്ച് ചെയ്യാനേ പറ്റാതിരുന്നത് ആദ്യത്തെ 2 ദിവസം. വി ഹാവ് നോട്ട് ഈവൻ റീച്ച്ഡ് പറവൂരിലെ ഒരു ഭാഗത്ത് റീച്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആലുവ താലൂക്കിലേക്കും പല ഭാഗങ്ങളിലേക്ക് ബിയോണ്ട് മാർത്താണ്ഡ റൂമാപ്പാളം റീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. 2 days we have not. The reason because the communication was. Communication is not cut off. That was one of the advantage to our side because അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ കൊണ്ടുള്ള ചാനൽസ് കിട്ടുക. പക്ഷേ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തപ്പോൾ ഫോൺ കട്ടാകുകയും അങ്ങനെയുള്ള ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ടോട്ടലി കട്ട് ഓഫ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ദാറ്റ് ഇസ് ഹൗ ഐ സെഡ് ദാറ്റ് ഐ റിയലി റെസ്പെക്ട് കേരള ഫോർ ദാറ്റ്. ഐ എം പ്രൗഡ് ഓഫ് വർക്കിംഗ് ഇൻ കേരള ഫോർ. അപ്പോൾ സിവിൽ സൊസൈറ്റി നോട്ട് ഗവൺമെൻറ് ഇസ് ഡൂയിങ് ഗവൺമെൻറ് ജോബ്. ഗവൺമെൻറ് ഒരുപാട് അതുകൊണ്ട് ചെയ്തില്ല. ഗവൺമെൻറ് ഹാസ് ഡൺ എ ട്രമെൻഡസ് ജോബ് ഇൻ കേരള. ഇഫ് ഇറ്റ് വുഡ് ഹാവ് ബീൻ അതർ സ്റ്റേറ്റ് ഐ ഡോണ്ട് നോ ഹൗ ദേ വിൽ മാനേജ്. ബട്ട് ട്രമെൻഡസ് ജോബ് ഗവൺമെൻറ് ഈച്ച് ആൻഡ് എവറി വൺ ഇൻ ദ ഗവൺമെൻറ് ഹാസ് ഡൺ ഇറ്റ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ സിവിൽ സൊസൈറ്റി ഹാസ് ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ തന്നെ ഞാൻ ഫീൽഡിൽ പോകുമ്പോൾ കാണുന്നുണ്ട്. അവർ നമ്മൾ വിളിക്കുന്നുണ്ട്. ബിക്കോസ് അന്ന് 2 ദിവസമായിട്ട് ഒരു മിനിറ്റ് നമുക്ക് ഒരു സമയമില്ലാതെ ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കുക. ജസ്റ്റ് ഒരു ഫോൺ ചെയ്ത് വെച്ചാൽ 13 മിസ്ഡ് കോൾ ഉണ്ടായിരിക്കും. ടേക്ക് മച്ച് ഓഫ് ദ കോൾസ്. വരുന്ന കാലത്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്, അവിടെ കുടുങ്ങിയിട്ടുണ്ട്. പീപ്പിൾ യൂസ് ടു കം ബിക്കോസ് വി സ്റ്റാർട്ടഡ് ദിസ് ഓപ്പറേഷൻസ്. അവർ ബ്രെഡും ഇതും കൊണ്ടുപോയി അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ ബോട്ടും കൊണ്ടുപോയിട്ട് ദേ ഡെലിവർ. സോ ഫസ്റ്റ് 2 days ഇനിഷ്യലി ഹൂ എവർ കംസ് ദാറ്റ് വി ഗിവ് ബിക്കോസ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം വെരി ഇമ്പോർട്ടൻറ്റ് എന്തെന്ന് വെച്ചാൽ അവർക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യണമെന്നുള്ളതാണ്. ഇവർ ബോഗസ് ആണോ ഒന്നും നോക്കേണ്ട സമയമില്ല. എന്തെങ്കിലും എത്തിയാൽ 100-ൽ 10 എത്തിയാലും കുഴപ്പമില്ല. പക്ഷേ ഒരാൾ പോലും ഇതും ഇല്ലാതെ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് വി ജസ്റ്റ് ഹെഡ്. വൺസ് ദാറ്റ് വാട്ടർ ഇസ് ഓക്കെ ബോട്ടൊക്കെ ആക്സസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം വന്നപ്പോൾ ബിക്കോസ് എയർ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമയം വന്നപ്പോൾ പീപ്പിൾ ഓക്കെ ഞങ്ങൾ എന്നിട്ടും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാതെ ബോട്ടിലെയോ അങ്ങനെയോ അല്ല എയർ ഡ്രോപ്പിലെയോ ആണ് സാധനം കൊടുക്കാൻ പറ്റിയിരുന്നത് ആ സമയത്ത്. ആഫ്റ്റർ 2 days ആ സമയത്താണ് ബിക്കോസ് ഗവൺമെൻറ്റോടെ കണക്കനുസരിച്ച് 370 ആയിരുന്നു അന്ന് ക്യാമ്പ്സ്. 370 ക്യാമ്പ്സ് ആയിരുന്നു. പക്ഷേ ഇത് ക്യാമ്പ്സ് എന്ന് പറയുന്നത് നമുക്ക് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന് വെച്ച സ്ഥലമാണ് ക്യാമ്പ്. ബട്ട് ഇന്ന പർട്ടിക്കുലർ ലോക്കാലിറ്റി അങ്ങനെ വെള്ളം വന്നപ്പോൾ ഒരു പള്ളിയിലെയോ മസ്ജിദിലെയോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെയോ അല്ലെങ്കിൽ ഒരു സ്കൂളിലെയോ കമ്മ്യൂണിറ്റി ഹാളിലെയോ ആൾക്കാർ തന്നെ കയറി അല്ലെങ്കിൽ വീട്ടിൽ പോലും 10-30 ആൾക്കാർ ഒരു വീട്ടിലെ ഫ്ലാറ്റിലേക്ക് കയറിയിരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് രജിസ്റ്റേർഡ് ക്യാമ്പ്. അപ്പോൾ ദീസ് പീപ്പിൾ ഇങ്ങനെ 30 പേരുണ്ട് 40 പേരുണ്ട്. വി ഡോണ്ട് ഹാവ് എനി വെരിഫിക്കേഷൻ മെക്കാനിസം അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഏത് ഓർഗനൈസേഷൻ ആര് വന്നാലും കൊടുക്കുക. ഫുഡ് മെറ്റീരിയൽസ് ആഫ്റ്റർ ആൾ ഇറ്റ് ഇസ് ലോട്ട് ഓഫ് തിങ്സ് വെർ കമ്മിങ് ഓൾസോ അന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ആ സിസ്റ്റം വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി
പിന്നെ ആ സിസ്റ്റം ഫുഡ് സിസ്റ്റം മാറി കുറച്ച് അക്സസിബിലിറ്റി വന്നപ്പോൾ റൈസും കാര്യങ്ങളും കൊടുക്കേണ്ട സമയം വന്നപ്പോഴാണ് ചില മിസ്യൂസും കൂടി വന്നിട്ടുണ്ട് ഇതിൽ. പിന്നെ ആൾക്കാർ പറഞ്ഞ് പിന്നെ 100 പേര് വരുമ്പോൾ 10 പേര് കള്ളന്മാരും ഉണ്ടാകും. ബട്ട് വി ഷുഡ് നോട്ട് ബോദർ അബൌട്ട് ദാറ്റ്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ ഈ ഡ്യൂറിങ് യുവർ കോഴ്സ് ഓഫ് ആക്ഷൻ? ദാറ്റ് ഈസ് എ ബ്യൂട്ടി ഓഫ് കേരള ആൻഡ് സിസ്റ്റം. എഡ്യൂക്കേഷൻ ഉള്ളതും അതിനുള്ള ഒരു അവയർനെസ്സും അല്ലെങ്കിൽ ഒരു വളരെ അത്യാവശ്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഐ മീൻ നോട്ട് ഓൺലി ബീങ് എൻ ഓഫീസർ ഓർ ഫ്രം വർക്കിംഗ് ഇൻ ദി സ്റ്റേറ്റ്, ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുന്ന സിസ്റ്റമാണ്. എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സിസ്റ്റം വന്നിട്ടുണ്ടെങ്കിൽ പ്ലണ്ടറിങ്ങും മറ്റതും നടന്നേനെ. കേരളത്തിലെ പബ്ലിക് ആർ സോ കൺട്രോൾ, സോ ഡിസിപ്ലിൻഡ്. ക്രൈസിസ് മൂവ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇൻറ്റേർണലി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പ്രശ്നങ്ങളും മറ്റതും പൊളിറ്റിക്കലുമായിട്ടും മറ്റതുമായിട്ടും ഉണ്ടാകാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ഫോർ എ സിറ്റുവേഷൻ ലൈക്ക് ദിസ്, എവ്രി വൺ ലൈക്ക് അങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എല്ലാവരും പരസ്പരം ഹെൽപ്പ് ചെയ്താണ് നടന്നത്. മൈ എക്സ്പീരിയൻസ് ആൾസോ, ഞാൻ റെസ്ക്യൂ ഓപ്പറേഷൻ ഞാൻ പോയപ്പോൾ ഐ വെൻറ്റ് ഇൻ ദ ആർമി ബോട്ട് ടു റെസ്ക്യൂ വൺ. ആദ്യത്തത് അന്നാണ് ബോട്ട് ഇറക്കാൻ പറ്റുന്നത്. പോകുന്നുണ്ട് 9 month ഓൾഡ് പ്രഗ്നൻറ്റ് ലേഡിയാണ്. അപ്പോൾ ഡെലിവറി എപ്പോഴും ആകാനുള്ളത് കൊണ്ടാണ് റെസ്ക്യൂ ചെയ്യാൻ പോയത്. When I approached you was in that operation? I went. Okay. അപ്പോൾ പോയപ്പോൾ ആ ലേഡി പറയുക അത് പുഴയുടെ തീരമാണ്, നല്ല ഒഴുക്കുണ്ട്. നെക്സ്റ്റ് വീട് ദാറ്റ് ഇസ് വെരി ക്ലോസ് ടു ദാറ്റ് പുഴ, പെരിയാറുടെ ഇതിലുള്ള ഒരു വീടാണ്. അവർ പറയുന്നത് അവിടെ ഒഴുക്ക് ഫസ്റ്റ് ഫ്ലോർ വരെ എത്തി. അവിടെ 1.5 വയസ്സുള്ള കുട്ടിയുണ്ട്. ആദ്യം അവരെ പോയി റെസ്ക്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് 9 month ഓൾഡ് പ്രഗ്നൻറ്റ് ലേഡിയാണ്. അവരെ റെസ്ക്യൂ ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത്. ബിക്കോസ് വി ഡിഡ് നോട്ട് ഹാവ് ദാറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് ലേഡി. ആ ലേഡി ആ സമയത്ത് പറയുക എന്നെ എടുക്കാം, പിന്നീട് എടുക്കാം, യു ഗോ ദെയർ എന്ന് പറഞ്ഞത്. എന്നിട്ട് അവിടെ പോയി നമ്മൾ എടുത്തതിന് ശേഷമാണ് ആ ലേഡി നമ്മളടുത്ത് വരുന്നത്. സോ ദാറ്റ് കൈൻഡ് ഓഫ് സിസ്റ്റം, ഐ മീൻ ഇറ്റ്സ് അമേസിംഗ്. നോ വേർഡ്സ് ടു എക്സ്പ്രസ് ദാറ്റ് ആക്ച്വലി. ഡെഫിനറ്റ്ലി യു ആർ ആൻ അമേസിംഗ് ഓഫീസർ ടു. അപ്പോൾ ഇൻഫാക്ട് അതുകൊണ്ടാണ് ഞാൻ റിലീഫിലായി കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇൻഫാക്ട് ആ സ്ഥലത്ത് തന്നെ തിരിച്ച് വരുമ്പോൾ ദർ വാസ് എ ബിഗ് ഹൗസ്, വെരി ബിഗ് ഹൗസ്, ഇൻ വിച്ച് അവരുടെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഒരു മിനിമം ഒരു 7,000-8,000 സ്ക്വയർ ഫീറ്റുള്ള ഹൗസ് ആയിരിക്കണം. അത് തന്നെ ഒരു വലിയ കുളം പോലെയാണ് കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ലെവലിൽ ചെറിയ ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുകളിലേക്കാണ് ആളിരിക്കുന്നത്. സോ വെൻ ഐ വെൻറ്റ് അലോങ് വിത്ത് ദിസ് വൺ, ഇൻഫാക്ട് അവരുടെ ഇത് കൊണ്ടായിരിക്കാം, ചോദിക്കാനൊന്നുമില്ല. ഞാൻ ചോദിക്കും അങ്ങോട്ട് എന്തെങ്കിലും ഭക്ഷണം വേണ്ടുവോ, ഒരു ബ്രെഡ് പാക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ഐ കുഡന്റ് ടോളറേറ്റ് ദാറ്റ്. ഐ കെയിം ബാക്ക്. അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് റെസ്ക്യൂ ഓപ്പറേഷൻ പോയിട്ടില്ല. ദെൻ ഐ കംപ്ലീറ്റ്ലി അങ്ങനെ വന്ന് റിലീഫിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ വോളണ്ടിയേഴ്സ്, ഐ ടോൾഡ് ദിസ് മാറ്റർ ആൾസോ. ഐ ടോൾഡ് മൈ വോളണ്ടിയേഴ്സ് ലൈക്ക് this is they got all emotional, and then അതുകൊണ്ടാണ് ആ ഒരു സ്പിരിറ്റ് ആണ്. Basically you are an emotional person. Maybe I can say, but ഈ ഒരു IAS ലൈഫിൽ ഈ ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് കാണുന്ന ഒരു എക്സ്പീരിയൻസിന്? ഒരു ലൈഫ് ശരിക്കും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടോ? ഉദാഹരണത്തിന് കേരളത്തിലെ മുഴുവൻ യൂത്തല്ല എല്ലാവരും ഒന്നിച്ച് ഒരു അസാധാരണമായ ഡെഡിക്കേഷൻ, ഒരു പ്രതിബദ്ധത, ഇത് കേരളം മുഴുവനും ഈ ഡിസാസ്റ്ററിനോടൊപ്പം നിന്നു എന്ന് തോന്നുന്നില്ലേ? 100%. ഞാനതാണ് ആദ്യമേ പറഞ്ഞത്. അത് എന്ന് വെച്ചാൽ ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദിസ് ഡിസാസ്റ്റർ ഇസ് എ ചാൻസ് ഓർ ഓപ്പർച്യൂണിറ്റി. ബട്ട് ബേസിക്കലി ഒരു മലയാളിയുടെ ബ്ലഡിലുള്ളതാണ് ഈ ഓർഗനൈസേഷൻ ഇത് ചെയ്യുക എന്നുള്ളത്. ആ ഡിസാസ്റ്റർ സമയമുള്ളത് ഒരു ചാൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇറ്റ് ഇസ് ഈസി. അതുകൊണ്ട് മറ്റു സംസ്ഥാനത്തെക്കാളും വ്യത്യസ്തമാണ് കേരളം എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഹൗ ഐ ഫീൽ. ഇറ്റ് ഇസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൾസോ. ദാറ്റ് ഇസ് ഹൗ ഐ ഫീൽ ബീയിങ് ഓഫീസർ ഹിയർ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഹാസ് ഹെൽപ്ഡ് എ ലോട്ട്. ഇതിപ്പം വേറൊരു സ്റ്റേറ്റിലായിരുന്നു സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഡെത്ത് ടോളത്തിൽ കൂടുമായിരുന്നു തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഒരു റിലീഫ് ആക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നുമായിരുന്നു? വേറെ ലിമിറ്റേഷൻസ് ഞാൻ മറ്റേ സംസ്ഥാനത്ത് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ലിമിറ്റേഷൻസ് എനിക്കുമുണ്ട്. എന്നാൽ പോലും ആസ് എ പേഴ്സണൽ ഒപ്പീനിയനായിട്ട് എനിക്ക് പറയുവാണെങ്കിൽ 100% if it would have happened in some other state, not only death toll, അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും വലുതായിരിക്കാൻ സാധ്യത ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് പറയാൻ പറ്റും. വൈ? ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഗവൺമെൻറ് മാത്രമല്ല ഇതിൽ പ്രവർത്തിച്ചത്. അതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞത്. ഗവൺമെൻറ് മിഷനറീസ് കംപ്ലീറ്റ്ലി, ബിക്കോസ് CM ഇവിടെ വന്ന് എല്ലാ മിനിസ്റ്റേഴ്സ് വന്ന് മീറ്റിംഗ് നടത്തി, എല്ലാ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. ദർ ഇസ് എ സ്റ്റേറ്റ് കൺട്രോൾ റൂം. ഓരോ ജില്ലയ്ക്കും സ്പെഷ്യൽ ഓഫീസറെ വയ്ക്കുക. ഈ ജില്ലയ്ക്ക് തന്നെ ആദ്യം ആക്ച്വലി ഫ്ലഡ് പിന്നെയാണ് വഷളാവുന്നത്. അതിന് മുൻപ് ഇനീഷ്യലി ഫ്ലഡ് വന്നപ്പോൾ തന്നെ വെരി ഫസ്റ്റ് ഡേ, ദാറ്റ് ഇസ് ഓൺ 10th നൈറ്റ്, അന്നൊന്നും വലിയ ഇതൊന്നുമല്ല, വരാൻ തുടങ്ങിയ സമയമാണ്. ദാറ്റ് ടൈം ഇറ്റ് സെൽഫ് ഇസ് ഗവൺമെൻറ് പോസ്റ്റഡ് മിസ്റ്റർ മുഹമ്മദ് ഹനീസ് ആൻഡ് മൈ സെൽഫ് ആസ് special officers here. അപ്പോൾ we could take control of the situation. Government has taken that lead role. ബട്ട് ഗവൺമെൻറ്റിനുള്ള ഒരു മിഷനറി കൊണ്ട് മാത്രം ഇത് തീരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് പോകുന്ന, ഇന്നും വാങ്ങിച്ചിട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട് മെറ്റീരിയൽസ്.
ഇവർ വേറെ ആർക്കല്ല ഒരു ഈ ക്യാമ്പിലേക്ക് ഇതുവരെ ഗവൺമെൻറ് എത്തിപ്പെടാൻ പറ്റില്ല. ബിക്കോസ് ചിലപ്പോൾ വെള്ളം ഉണ്ടായിരിക്കാം, സംവിധാനങ്ങൾ ഇതായിരിക്കാം. പക്ഷേ അങ്ങനെ 30 പേരുണ്ട്, അവർക്ക് ഫുഡ് വേണ്ടും. അങ്ങനെ പബ്ലിക് സൊസൈറ്റി ഹാസ് ടേക്കൺ അതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു വലിയ ഒരു നമുക്കുള്ള ഒരു അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ പറയുന്നത്. ഇവിടെ എപ്പോഴെങ്കിലും ഈ ഫ്ലഡ് ഈ റിലീഫ് മെറ്റീരിയൽ അവൈലബിലിറ്റിക്ക് എന്തെങ്കിലും ഷോർട്ടേജ് വന്നിട്ടുണ്ടോ? I was a district collector here in Ernakulam for the 3 years. ഒരു കാര്യം ഞാൻ പറയാം, ഇറ്റ്സ് എ അമേസിങ് ഡിസ്ട്രിക്ട് എറണാകുളം. ഞാൻ ഒരു ഡിസ്ട്രിക്റ്റും പിന്നെ വേറെടുത്ത് ഞാൻ പറയില്ല, പറഞ്ഞാൽ പിന്നെ അത് മറ്റൊരു ഡിസ്ട്രിക്ട് കമ്പയർ ചെയ്തതുപോലെ ആയിരിക്കും. എറണാകുളം ഇസ് വൺ സച്ച് അമേസിങ് ഡിസ്ട്രിക്ട്. ബിക്കോസ് ആ ചെന്നൈ സമയത്ത് ഞാൻ കണ്ടതാണ്, മറ്റൊരു സമയത്ത് ഞാൻ കണ്ടതാണ്. ഇറ്റ്സ് ലൈക്ക് യു ആസ്ക് ഫോർ എ ഹെൽപ്പ്. ഇറ്റ്സ് എ പബ്ലിക് ആൻഡ് സൊസൈറ്റി വിൽ. നമ്മൾ 100 ബ്രെഡ് വേണമെന്ന് ചോദിച്ചാൽ സത്യം നടന്നില്ല. ഒരു ദിവസം എനിക്ക് ബ്രെഡ് അയക്കാനായിട്ടില്ല, പാക്കറ്റ് ഇടാനായിട്ട് എയർ ഡ്രോപ്പിങ്ങിന്. ആക്ച്വലി ഐ നീഡ് 500 loaves of bread. Just like that I messaged and called some of the people. In fact, I got 2 loads of bread. So that is an example. So like that only. That is a, I mean not only here, but generally Ernakulam as a district has responded to this very well. But not only Ernakulam, it is not that I received this one from Ernakulam alone. There is the same type of our own people we have started a group in Anbodu Trivandrum also. There is a group Anbodu Dubai also. NRIs പാർട്ടിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കാണുന്നത്? NRIs ഒരു ഹ്യൂജ് മൊബിലൈസേഷൻ അവിടെ നടത്തുന്നുണ്ട്, റിലീഫിന് വേണ്ടി നടത്തുന്നുണ്ട്, ഡൊണേഷന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്, മെറ്റീരിയൽ അയക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഓർഗനൈസേഷൻസും വളരെ ആക്റ്റീവായിട്ട് മിഡിൽ ഈസ്റ്റിൽ, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതർ പാർട്ട് ഓഫ് ദി വേൾഡ് ആൾസോ ദേ ആർ ഡൂയിങ് ദി സെയിം തിങ്. എക്സാക്ട്ലി. ബിക്കോസ് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടെ തന്നെ ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് ഹാസ് സോ ഫാർ സെൻഡ് മോർ ദാൻ 50 ട്രക്സ്. ഇവിടെ മാത്രം, എറണാകുളത്ത് മാത്രം. പിന്നെ കുറേ ഡിസ്ട്രിക്റ്റിന് അയച്ചു കാണും. അപ്പോൾ 50 ട്രക്ക് തമിഴ്നാട് ഗവൺമെൻറ് അയച്ചിട്ടുണ്ട്, തെലങ്കാന ഗവൺമെൻറ് അയച്ചിട്ടുണ്ട്, ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് അയച്ചിട്ടുണ്ട്, കർണാടക ഗവൺമെൻറ് അയച്ചിട്ടുണ്ട്. ഐ ഗോട്ട് ഇറ്റ് ഫ്രം ഒറീസ. ട്രെയിനിലെ ഒറീസയിൽ നിന്ന് വരുന്നുണ്ട്, ഹരിയാനയിൽ നിന്ന് വരുന്നുണ്ട്. സോ ഓൾ സ്റ്റേറ്റ്സ് അമേസിംഗ്ലി either through material or CM distress relief fund contribute ചെയ്യുന്നുണ്ട്. എവറിബഡി ദാറ്റ് ഇസ് അമേസിംഗ് തിങ്. ടു ഫീൽ പ്രൗഡ് അബൌട്ട് ഇന്ത്യ. നമ്മളെല്ലാം ഇന്ത്യ എന്ന് പറയുന്നതിൽ ഒരു ഭയങ്കര ഒരു പ്രൗഡുള്ള സമയമാണ്. ബിക്കോസ് എൻറ്റയർ കൺട്രി ടുഗെദർ ഇസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഫോർ ദ സംബഡി ഹൂ ഇസ് സഫറിങ്. അപ്പോൾ ആ ബ്രദർഹുഡ് ആൻഡ് സിസ്റ്റർഹുഡ് ഇസ് ദെയർ ഇൻ ഇന്ത്യ. ദാറ്റ് ഇസ് എ അമേസിംഗ് പാർട്ട് ഓഫ് ആക്ച്വലി. ഈ ഗവൺമെൻറ് മെഷീനറിയുടെ വർക്കിനെ കുറിച്ച് ഇപ്പോൾ CMൻ്റെ കോർഡിനേഷനൊക്കെ കുറിച്ചിട്ട് ഇൻ്റർനാഷണൽ മീഡിയയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒട്ടേറെ ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ബ്യൂറോക്രസി വർക്ക് ചെയ്ത രീതിയാണെങ്കിലും ഗവൺമെൻറ് ഫങ്ഷൻ ചെയ്ത രീതിയാണെങ്കിലും ഒത്തിരി അപ്രിസിയേഷൻ വരുന്നുണ്ട്. ഇപ്പം മുൻകാലങ്ങളിലൊന്നും ഉണ്ടായിട്ടുള്ള ഒരു ഡിസാസ്റ്ററിനും ഇത്രയേറെ ഒരു അപ്രിസിയേഷൻ ഗവൺമെൻറ്റിന് ഉണ്ടായിട്ടില്ല. എന്തായിരിക്കും അതിൻ്റെ റൂട്ട് കോസ്? ഇവിടെ ഇത്രയും ഒരു ഡിസാസ്റ്റർ നടന്നിട്ടുണ്ട്. ഈ സ്കെയിൽ ഇസ് ആക്ച്വലി നമ്മൾ പറയുന്നത് പോലെ ബിഗ് സ്കെയിൽ. എറണാകുളം ബീങ് എക്സാമ്പിൾ, ബിക്കോസ് സംടൈംസ് ഐ വാസ് എ സ്പെഷ്യൽ ഓഫീസർ ഫോർ വയനാട് ആൾസോ. 3-4 days I was looking after the relief and rescue operations in വയനാട് ആൾസോ. അപ്പോൾ വയനാട് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് എറണാകുളത്ത് നിന്ന് വയനാട് പോവുക, പിന്നെ തിരിച്ചാണ് ഞാൻ എറണാകുളം വന്നത്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ വയനാടെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് എ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് പ്ലേസസ് ആർ ദെയർ. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ എത്തിപ്പെടാതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഡാം തുറക്കുന്നുണ്ട്, മല വരണുണ്ട്, വെള്ളം വരണുണ്ട് പറഞ്ഞപ്പോൾ തന്നെ ഗവൺമെൻറ് ഹാസ്, ബിക്കോസ് വി സെൻസ് ഇറ്റ്. സ്വാഭാവികമായിട്ടും വെൻ യു ഓപ്പൺ ദ ഡാം ഓട്ടോമാറ്റിക്കലി ഫ്ലഡിങ്സ് എത്ര വരണുള്ള നമ്മളുടെ setup is very efficient actually. State level disaster management agency, because CM is the chairman for that. ആ ഒരു സംഭവമുണ്ട്. ആ SDMA chairperson is CM ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആദ്യം just to take control of the situation. Meeting is called, alertness is given. Every district wherever the flood is going to happen also officers posted immediately. So government in fact pre-planned the things and started working. That is how udaharanam panjal those society helped and all, because somebody as an officer or bureaucrat is here to coordinate ennallathu adhyam thanne vandu. It is not a response or reaction, it is like a proactive pre-planning ആണ് ഗവൺമെൻറ്. അത് നല്ല രീതിക്ക് ചെയ്തെന്നുള്ളതും സ്റ്റേറ്റ് ലെവലിൽ ഒരു ഡിഫറെൻറ്റ് IAS ഓഫീസേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആക്ഷൻസ് നടന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഓൺലി ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഓൺലി IAS ഓഫീസേഴ്സ് അലോൺ. In fact entire system, say for example relentlessly the entire police force is working actually. നമ്മൾ ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ IG-മാരും SP-മാരും വെള്ളത്തിനകത്താ കിടക്കുന്നത്. You go to fire force and I'm just naming some department, that's all. Everyone is not about bureaucracy എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല, each and everyone we are also coordinating. ആ ഒരു ഇത് കിട്ടി അത് under the able leadership of the government actually.
ഗവൺമെൻറ് അങ്ങനെ ഒരു പ്രീ പ്ലാൻ നടത്തിയത് കൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഇതിലൂടെ സ്കെയിൽ വുഡ് ഹാവ് ബീൻ മച്ച് മോർ ഡിഫറെൻറ്റ്. ദോ ഫ്ലഡ് നമുക്ക് നാച്ചുറൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ എഫക്റ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ദ പ്രോപ്പർ പ്ലാനിങ് വിച്ച് ഹാസ് ബീൻ ഡൺ ബൈ ദ കേരള പ്രോപ്പർലി. ദാറ്റ് ഐ ഷുഡ് അപ്രീഷിയേറ്റ് ഫോർ. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ടൈം വേസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നൊരു സമയത്താണ് ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ വന്നു വേണ്ടത്. ആ സോഷ്യൽ മീഡിയ എത്ര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് അമ്പോട് കൊച്ചിൻ കാണിച്ചു കൊടുത്തത്. സോ ഇത്തരം ഇനിഷ്യേറ്റീവ് വീണ്ടും പ്രതീക്ഷിക്കാമോ താങ്കളുടെ ഭാഗത്തുനിന്ന്? പറഞ്ഞതുപോലെ ടെക്നോളജി ആൾവേസ് ഹാവ് എ ഡബിൾ എഡ്ജ്ഡ് സ്വാഡ്. യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ എ പോസിറ്റീവ് റീസൺ ആൾസോ നെഗറ്റീവ് റീസൺ ആൾസോ. ഈ സമയത്തും ഇതിനൊക്കെ എടുത്തിട്ട് ഇതാണ് മറ്റതാണ് ഷോ ആണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ നമുക്ക് സമയമുള്ള അതിന് പ്രതികരിക്കാൻ കാര്യങ്ങളും. ബട്ട് അറ്റ് ദ സെയിം ടൈം ബൈ ആൻഡ് ലാർജ് ഇഫ് യു കുഡ് ഹവ് സീ, ഞാൻ പറഞ്ഞല്ലോ ഒരു 10 വയസ്സ് പയ്യൻ ഉൾപ്പെടെയാണ് 12 ദിവസമായിട്ട് വീട്ടിലേക്ക് പോകാതെ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ ബ്യൂട്ടി ഓഫ് ദ ടെക്നോളജി. ഹൗ വി ആർ യൂസിങ് ഇസ് എ മാറ്റർ. അപ്പോൾ social media is also one such technology which is a very beautiful technology, not only connecting people but such kind of a disaster government can use it for kind of a mobilization and utilization of the resources. In fact we packed still I am remembering ഒരു വയസ്സോ 1.5 വയസ്സോ some കുട്ടിക്ക് ഭക്ഷണം കിട്ടിയില്ല 3 ദിവസം കൊണ്ടൊന്നും റെസ്ക്യൂ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു സ്ഥലത്ത് വാട്സപ്പ് ലൊക്കേഷൻ ഹാസ് കം, എനിക്ക് ബേബി ഫുഡും ഡയപ്പറും വേണമെന്ന് പറഞ്ഞിട്ട്. Just because of that one baby that we send, just ഒരു സിമ്പിൾ ഇത് മാത്രം എടുത്തിട്ടാണ് എയർക്രാഫ്റ്റ് പോകുന്നത്. So I should thank not only because so many missionaries are there, Coast Guard, Navy, Indian Army, is Indian മറ്റേ നേവിയോ കോസ്റ്റ് ഗാർഡ് എയർക്രാഫ്റ്റിലാണ് അവർ പോകുന്നത്. പോയി they dropped actually. ആ സോഷ്യൽ മീഡിയയിൽ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഡ്രോപ്പ് ചെയ്തതിൻ്റെ ആ ലൊക്കേഷനിൽ തന്നെ താങ്ക്സ് എന്നുള്ളത് തിരിച്ച് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. So these are all experiences which motivates us. സെക്കൻഡ് ലാർജസ്റ്റ് അപ്രിസിയേഷൻ ഈ ഫിഷർമെനാണ് പോയത്. അപ്പം അവരെ ശരിക്കും എങ്ങനെ കോർഡിനേറ്റ് ചെയ്താണ്, എങ്ങനെയാണ് അവർക്കൊരു കോള് പോയത്, അവരെങ്ങനെയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തത്? ഞാൻ പറഞ്ഞത് SDMA എന്ന് പറയുന്ന ഒരു സിസ്റ്റം വളരെ വലുതാണ്. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് സക്സസ് ഗവൺമെൻറ്റിൽ സംഭവിച്ചെന്ന് വെച്ചാൽ, പൊതുവെ ഗവൺമെൻറ് ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിയുമ്പോൾ എപ്പോഴാണ് അതിന് ഉപയോഗിക്കാൻ വരുന്നുണ്ടോ അപ്പോഴാണ് പ്രവർത്തിക്കും. But in Kerala is little different after the tsunami experiences and the system of disaster management act ഒക്കെ വന്ന് 2005 ശേഷം വന്നതിന് ശേഷം ഇത് സ്വാഭാവികമായിട്ടും ഒരു ആക്റ്റീവായിട്ട് എല്ലാ സമയത്തും പ്രോട്ടോക്കോളും ഇതും പ്രവർത്തിച്ച് വരുന്ന ഒരു സിസ്റ്റമാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഈ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉള്ളത് is a part and parcel of it, in which the fisherman community is in fact ഇപ്പോൾ അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ I would fail in our rescue operations actually. The public or civil society ഞാൻ പറയുമ്പോൾ the relentless working has been put up by the fisherman community also. അപ്പോൾ അവരുടെ ബോട്ട് നമ്മൾ ലോറി കൊണ്ടുവരിക, അവർ ഇറക്കുക, പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല, അവർ വർക്കായിട്ടല്ല ചെയ്തത്, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. they themselves is going without sleeping, food, water. അവിടെ പോയിട്ട് അവിടെ ഒരു കുട്ടിയുണ്ട് ഇവിടെ ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി കൊണ്ടുവന്ന ആൾക്കാരാണ് ഈ ഫിഷർമാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ഫിഷർമാൻ അതാണ് ഞാൻ പറഞ്ഞത്, ദാറ്റ് ഇസ് കേരളത്തിൻ്റെ ഒരു ഇതാണ്. ആൾറെഡി ഫിഷർമാൻ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ അവർ ദേ ഹാവ് ദെയർ ഓൺ ഓർഗനൈസേഷൻ ആൻഡ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഇറ്റ്സ് എ വെരി യുണൈറ്റഡ് ആയിട്ട് എളുപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സംഭവത്തിൽ വിളിക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ അല്ല നമ്മൾ വിളിക്കുന്നത്, ഓർഗനൈസേഷൻ ഇസ് ദെയർ, യു കോൾ ദ ഓർഗനൈസേഷൻ, ദേ വിൽ കം. 1. നമ്പർ 2, നമ്മൾ കോൾ ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതാണ് കേരളത്തിൻ്റെ അനദർ അഡ്വാൻറ്റേജ്. സംതിങ് ലൈക്ക് ദിസ് ഹാപ്പൻ, ദേ കം വോളണ്ടിയർലി. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഇതിന് വേണ്ടി ഡിസാസ്റ്ററിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഫിഷർമാൻ കമ്മ്യൂണിറ്റി അവർ ഈ ഡ്യൂറിങ് ഈ പീരീഡിൽ ഈ റെസ്ക്യൂ ടൈമിൽ അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? കാരണം ഒരു കുറേ അധികം നമ്പേഴ്സ് അവർ ഇൻവോൾവ് ചെയ്ത് ആ പ്രോസസ്സിൽ. അപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ മോഡ് എങ്ങനെയായിരുന്നു? അതിനകത്ത് എന്തെങ്കിലും ഗവൺമെൻറ് തലത്തിൽ അല്ലെങ്കിൽ മിലിറ്ററിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടോ അതിൽ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ കട്ടായിട്ടില്ല. Because everyone was having, because only except a flood affected area where electricity was cut off, അവിടെ പോയതിനപ്പുറം പുറത്തുനിന്ന് പോയ ആൾക്കാർക്കെല്ലാം കമ്മ്യൂണിക്കേഷൻ ചാനലുണ്ട്. ബട്ട് ദറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അവർക്ക് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന സമയമില്ല, പറ്റത്തുമില്ല, ഒളിപ്പ് കൂടുതലാണ്. ബട്ട് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്നത് ഈ വാട്സപ്പ് മുഖേന നമുക്ക് കിട്ടുന്ന ഡിസ്ട്രസ് കോൾസാണ്. അപ്പോൾ പിന്നെ അവിടെയുള്ള നാട്ടുകാർ ചിലപ്പോൾ അതിന് അവർക്കറിയാം, അത് റെസിഡൻറ്റ് അസോസിയേഷൻ. സോ ഫോർ എക്സാമ്പിൾ കടുങ്ങല്ലൂർ, വൺ ഫെലോ ഇസ് സെയിങ് ദാറ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ കടുങ്ങല്ലൂരിൽ തന്നെ 2 ഭാഗമുണ്ട്. പോകുമ്പോൾ ഫസ്റ്റ് അവിടെ പോകും, ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രഗ്നൻറ്റ് ലേഡി ഉണ്ടെന്ന് അവർ പറഞ്ഞതാണ്. അവിടെ നിന്ന് പറഞ്ഞു ഇവിടെയാണ് പ്രഗ്നൻറ്റ് ലേഡിയും കുട്ടികൾ കൂടുതലുണ്ട്, ഇവിടെ പോകുന്നത്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അവർ കൊടുക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസറോ ഒരു റോളുമില്ല. ഞാൻ പോയിരുന്നപ്പോൾ എനിക്ക് ഒരു റോൾ, എന്നെ അവരാണ് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ ഇവിടെയാണ് ആൾക്കാർ, ഇവിടെയാണ് നാട്ടുകാരാണ് ഇതെല്ലാം ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് വൈ ഐ എം സെയിങ് ദിസ് ഇസ് ഒരു അമേസിങ് ഒരു കേസ് സ്റ്റഡിയാണ്, നോട്ട് എ ഗവൺമെൻറ് മിഷനറി അലോൺ.
പബ്ലിക് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഹൗ കേരള ഇസ് റെസ്പോണ്ടിങ് എന്നുള്ളത് ഒരു അമേസിംഗ് കേസ് സ്റ്റഡിയാണ് ഫോർ ഇൻഫാക്ട് ഇന്റർനാഷണൽ. ഞാൻ പറഞ്ഞല്ലോ ഒരാൾ വന്നിട്ട് അവർക്ക് അറിയുന്നുണ്ട് ഈ വീട്ടിലേക്ക് ആരുണ്ട് എന്തുകൊണ്ടെന്നുള്ളത്, ബിക്കോസ് റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അവർ വന്ന് പറയുക ഈ വീട്ടിലേക്ക് ഇവരുണ്ട്, ആ വീട്ടിലേക്ക് 2 കുട്ടികളുണ്ട്. നമ്മൾ ബിക്കോസ് നമുക്കറിയാമല്ലോ കേരളത്തിൽ റോഡൊക്കെ വളരെ ചെറിയതും ഇതുമാണ്, നോർമൽ ഒരു റോഡ് പോലെയല്ല. അവിടെ പോകുക, അവിടെ ഒരു റോഡ് പോകുക, അവിടെ നിന്ന് ബൈ റോഡ് പോകുക, അകത്ത് പോകുക എന്നുള്ളതാണ്. അത്രയും ഭാഗം പോയിട്ട് അവർ പറയുന്നത് ഈ വീട്ടിലേക്ക് ഇവിടെ പോയാൽ അവിടെ 2 കുട്ടികളുണ്ട്. സോ ദാറ്റ് ഇൻഫർമേഷൻ വി ആർ റിസീവിങ്. അപ്പോൾ കുട്ടികളുള്ളത് കൊണ്ട് അവിടെ ആദ്യം റിസീവ് ചെയ്യുക. ഇൻഫാക്ട് ഒരു കേസ് കൂടി ഉണ്ട്, കൈ ഒടിഞ്ഞിട്ട് ഒരു കുട്ടി മാത്രമുണ്ട്, അവരുടെ അച്ഛൻ പുറത്താണ്, അമ്മയും മക്കൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് റെസ്ക്യൂ. സോ അതാണ് പറഞ്ഞത്, ദിസ് ഈസ് ഒരു അമേസിംഗ് കോമ്പിനേഷൻ, എസ്പെഷ്യലി എക്സ്പീരിയൻസ് വിച്ച് ഐ ലേൺ ആസ് ഓഫീസർ ഇൻ കേരള. അപ്പോൾ അത് ഇതിൻ്റെ ഒരു നന്ദി കേരളത്തിനാണ് ഞാൻ പറയുന്നത്, കേരള ജനതയ്ക്കാണ് പറയുന്നത്, ബിക്കോസ് ദേ ആർ ടീച്ചിങ് എവറി ഡേ ടു മീ. Thank you so much, sir, for being with us. Thank you. Thank you so much.